ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ആം ആദ്മി പാർട്ടി എംഎൽഎമാർ യോഗം ചേർന്നു. അല്പസമയത്തിനകം പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് 2 റോഡ് ഷോകളിൽ കെജ്രിവാൾ പങ്കെടുക്കും. അതിനിടെ ആം ആദ്മി പാർട്ടിയെ പിളർത്താൻ അമിത്ഷായും ഭഗവന്ത് മാനും തമ്മിൽ ധാരണ എന്ന ആരോപണവുമായി പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് ബാദൽ രംഗത്തെത്തി. വിവരങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഈ പറയുന്ന 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ജയിൽ മോചനം അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ മൈലേജ് നൽകുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ വിലയിരുത്തൽ ഉണ്ടായിരിക്കെ ഇപ്പോൾ ഒരു ആരോപണം കൂടി വരുന്നുണ്ടല്ലോ. പല ആം ആദ്മി പാർട്ടി നേതാക്കളും BJPയിലേക്ക് തങ്ങളെ ക്ഷണിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് മുൻപും. അപ്പോൾ ഈ പറയുന്ന അമിത്ഷാ ഭഗവന്ത് മാൻ ധാരണ എന്ന ആരോപണം എത്രത്തോളം നിർണായകമാണ്? മറ്റൊന്ന്, ആം ആദ്മിയുടെ റോഡ് ഷോ അടക്കം ഇന്നുണ്ടല്ലോ. ക്രിസ്ത്യനെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിത്ഷാ അതുപോലെ തന്നെ ഭഗവന്ത് മാൻ ആ ഒരു ധാരണയുണ്ട് എന്നുള്ളത് ഇന്നലെ കൃത്യമായി BJPയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഈ ജയിൽ മോചനത്തിന് ശേഷം നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. അത് വലിയ രീതിയിൽ ഒരു ചർച്ചയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം മറ്റൊരു പാർട്ടികളും അത്തരം പ്രശ്നങ്ങൾ ഇതുവരെയും ചൂണ്ടിക്കാട്ടിയില്ലായിരുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഇത് കൃത്യമായി പറയുകയുണ്ടായത്. അതായത് BJP പല മുതിർന്ന നേതാക്കളെയും നരേന്ദ്രമോദി മുതിർന്ന നേതാക്കളെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കെജ്രിവാൾ ഉന്നയിച്ചത്. അത് മറ്റു പാർട്ടികളൊന്നും തന്നെ ഉയർത്താത്ത ഒരു ആരോപണമാണ് കെജ്രിവാളിന്റെ ഭാഗത്തുണ്ടായത്. എന്നാൽ അതിനെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ.